അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയറുക്കാൻ ശ്രമിച്ചതും, അത് അള്ളാഹു ഒരു ആടിനെ അയച്ചുകൊണ്ട് തടസ്സപ്പെടുത്തിയതും, ആ ഒരു പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചതും നമുക്കറിയാവുന്ന കഥയാണ്, സംഭവമാണ്. ബലിയർപ്പണം കഴിഞ്ഞതിൽ പിന്നെ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മാതാവായ ഹാജറ ബീവിയുടെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് ഷാമിലേക്ക് മടങ്ങിപ്പോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് സലാം ചൊല്ലിയതിന് ശേഷം അള്ളാഹു അദ്ദേഹത്തിനോട് ആരാധനയ്ക്കായി നിലനിർത്തേണ്ടതിന് കഅബാലയം പണിയാൻ ആവശ്യപ്പെട്ടതായി വഹി അറിയിച്ചു. എവിടെയാണ് പണിയേണ്ടതെന്ന് നബി ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഒട്ടകപ്പുറത്ത് കയറണമെന്നും ആ ഒട്ടകത്തിൻ്റെ മീതെയായി ആകാശത്തൊരു മേഘം ആഗതമായി ഒട്ടകത്തിന് തണൽ നൽകുന്നതാണെന്നും ആ ഒട്ടകവും മേഘവും ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് കഅബ പണിയേണ്ടതാണെന്നും അതിൻ്റെ വിസ്താരം ആ മേഘത്തോളമായിരിക്കണമെന്നും മലക്ക് നിർദ്ദേശം നൽകി. മലക്ക് നേരിട്ട് പ്ലാൻ കാണിച്ചു കൊടുത്തതായും ഒരു നിവേദനത്തിലുണ്ട്. താരിഖ് ഇബ്നു അസാക്കിറിൽ ഇങ്ങനെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു: ഹസ്രത്ത് ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്ത് വന്നപ്പോൾ തനിക്ക് മലക്കുകളുടെ തസ്ബീഹ് കേൾക്കാൻ കഴിയാതായതിനെപ്പറ്റി അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയുണ്ടായി. അപ്പോൾ ഒരു ആരാധനാലയം നിർമ്മിച്ച് അതിനെ പ്രദക്ഷിണം ചെയ്യുവാനും അതിനെ അഭിമുഖീകരിച്ച് പ്രാർത്ഥിക്കുവാനും അള്ളാഹു ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന് ആ ആരാധനാലയം പണിയേണ്ടതായ സ്ഥലവും മറ്റും കാണിച്ചു കൊടുക്കുവാൻ ജിബ്രീലിനെ അള്ളാഹു ചുമതലപ്പെടുത്തുകയും ചെയ്തു. മുമ്പ് ബൈത്തുൽ മഅ്മൂർ സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്ത് ഈ കഅബാലയം പണിയുവാനാണ് ജിബ്രീൽ അലൈഹിസ്സലാം നിർദ്ദേശം നൽകിയത്. ബൈത്തുൽ മഅ്മൂർ ജലപ്രളയകാലം വരെ നിലനിന്നിരുന്നുവെന്നും പ്രളയകാലത്ത് അത് 7-ാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെന്നുള്ള നിവേദനവും വന്നിട്ടുണ്ട്. ബൈത്തുൽ മഅ്മൂറിനെ മലക്കുകൾ പ്രദക്ഷിണം ചെയ്തു വരുന്നതായും നിവേദനം വന്നിരിക്കുന്നു. കഅബത്തിൻ്റെ അളവും ആകൃതിയും കാണിക്കേണ്ടതിനായി സക്കീനത്ത് എന്ന പേരിൽ ആകാശത്ത് ഒരു മേഘം പ്രത്യക്ഷമായിരുന്നുവെന്നും അതിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലുമാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്ലാൻ തയ്യാറാക്കിയിരുന്നത് എന്നും കഥകളിൽ പറയുന്നുണ്ട്. മലക്കിൻ്റെ പ്ലാൻ അനുസരിച്ച് അസ്ഥിവാരം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിനാൽ ആദം നബി അലൈഹിസ്സലാം പണിത അതേ തറമേൽ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിടം പണി തുടങ്ങിയതെന്ന് വ്യക്തമാകുന്നു. കല്ലുകൾ മിക്കവാറും ഹിറാ മലയിൽ നിന്നാണ് കൊണ്ടുവന്നത്. സീന, സൈത്ത, ജൂദി, ലുബനാൻ എന്നീ പർവ്വതങ്ങളിൽ നിന്നും കല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭിത്തി കെട്ടി ഉയർത്തിയത് ഇബ്രാഹിം നബി തന്നെയായിരുന്നുവെന്നും ഇസ്മായിൽ നബി ആ പ്രവൃത്തിയിൽ പങ്കുകൊണ്ടിരുന്നുവെന്നും
പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആൻ ഇങ്ങനെയാണ് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത്: ഇബ്രാഹീമും ഇസ്മായിലും ആ പ്രാർത്ഥനാലയം കെട്ടിപ്പടുത്തുകൊണ്ട്, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളിൽ നിന്ന് ഈ സൽക്കർമ്മം സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന സന്ദർഭത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ പിതാവും പുത്രനും കൂടിയാണ് പണിതതെന്ന് ഖുർആനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മലക്കിൻ്റെ പ്ലാനും സഹായവും അനുസരിച്ചാണ് നിർമ്മാണം നടന്നിരുന്നത് എന്ന നിവേദനങ്ങൾക്ക് ഈ വചനം എതിരാകുന്നില്ല. സ്ഥലം നിർണയിച്ചു കൊടുത്തതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇബ്രാഹീമിന് നാം പ്രാർത്ഥനാലയം നിജപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന സന്ദർഭത്തെപ്പറ്റി ചിന്തിക്കുക. എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും, പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നവർക്കും കുനിഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്കും സാഷ്ടാംഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്കുമായി എൻ്റെ വീട് പരിശുദ്ധമായി വെക്കുവാനും നാം അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കഅബാലയത്തിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയപ്പെടുന്നത്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.